ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ട്യൂട്ടി ഫ്രൂട്ടി കേക്കാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയും 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 4 മുട്ട, 1 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1.5 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഏകദേശം 1.25 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഈ ട്യൂട്ടി ഫ്രൂട്ടിയിൽ മധുരം ഉള്ളത് കൊണ്ടാണ് പൊടിച്ച പഞ്ചസാരയുടെ അളവ് ഞാനിവിടെ കുറച്ച് ഉപയോഗിച്ചത്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പ്രഷർ കുക്കർ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് ഏകദേശം 2 കപ്പ് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട ശേഷം ഈ ഉപ്പൊന്ന് ലെവലാക്കി കൊടുക്കാം. കുക്കർ മൂടുമ്പോൾ നമ്മൾ വാഷർ ഊരത്തില്ല, ഇതിൽ വെയിറ്റും വെക്കത്തില്ല. ഇനി ഇത് കുക്കർ മൂടിയിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ കുക്കർ പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു അരിപ്പ് വയ്ക്കുക. ഈ എടുത്തു വച്ചിരിക്കുന്ന മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചു വെച്ചിരിക്കുന്ന ഈ കൂട്ടിലേക്ക് ഓയിൽ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റായി വരുമ്പോഴേക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന വാനില എസൻസ് ഒഴിച്ച് ഒന്നും കൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് വേണം ഇത് ഇളക്കിയെടുക്കേണ്ടത്. ഇതിവിടെ നന്നായിട്ട് ഇളക്കി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഒഴിച്ചു വെക്കാനായിട്ട് ഒരു ബേക്കിംഗ് ട്രേ എടുക്കാം. ഈ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ട്യൂട്ടി ഫ്രൂട്ടിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ട്രേയുടെ പകുതി ഭാഗം മാത്രമേ നമ്മളിത് ഒഴിച്ചു കൊടുക്കാവൂ.
ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനുള്ളിലെ എയർ ബബിൾസ് ഒക്കെ കളയാനാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ ഇത് ടാപ്പ് ചെയ്ത ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ട്യൂട്ടി ഫ്രൂട്ടി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് നമുക്കിത് പ്രീഹീറ്റ് ചെയ്ത കുക്കറിനുള്ളിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിത് കുക്കറിനുള്ളിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റാം. കുക്കർ ഇവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു ലെവൽ പ്ലേറ്റ് ഇതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. ഇനി ബേക്ക് ചെയ്യുന്ന ടിന്ന് ഇതിലേക്ക് പതിയെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കർ നല്ല ചൂടായിരിക്കാണ്. കുക്കർ ടച്ച് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 35-40 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിന്റെ വാഷറും നമ്മൾ ഊരത്തില്ല, കുക്കറിന് വിസിലും ഇടത്തില്ല. ഇനി ഇത് 35-40 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. കേക്ക് ഇവിടെ റെഡിയായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കാം. സ്റ്റിക്ക് നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അതിനർത്ഥം കേക്ക് നല്ലതുപോലെ ബേക്കായിരിക്കുകയാണ്. ഇനി കേക്കിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. കേക്ക് ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിൽ നിന്ന് ഒന്ന് വിടിയിച്ചിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ട്യൂട്ടി ഫ്രൂട്ട് കേക്ക് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.